നമസ്കാരം, ഞാൻ ഡോക്ടർ പുനശങ്കരപിള്ളൈ. അപ്പോൾ എങ്ങനെയാണ് സാധാരണ മെമ്മറി ലോസ് അല്ലെങ്കിൽ സാധാരണ ഓർമ്മ പിശകിനെ ഡിമെൻഷ്യ, അൽഷിമേഴ്സ് പോലുള്ള രോഗത്തിൽ നിന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നത്? അപ്പോൾ സാധാരണയായിട്ട് ഓർമ്മ കുറവ് പലരിലും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ATM കാർഡ് എവിടെയെങ്കിലും വെച്ച് മറന്നു പോവാം, അല്ലെ ഫോൺ വെച്ച് മറന്നു പോവാം, ആരുടെയെങ്കിലും പേര് മറന്നു പോവാം. പക്ഷേ എപ്പോഴാണ് അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയുക? റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുവാണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് എപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട വിലപ്പെട്ട കാര്യങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറക്കുക, എപ്പോഴും നമുക്ക് ഒരാളുടെ പേര് ഓർക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളുടെ അത് റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകുമ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടാസ്ക് നമ്മൾ മറക്കുക. അതായത് വളരെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വളരെ വർഷങ്ങളായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, അപ്പോൾ അയാൾ ഗ്രിൽ ചിക്കൻ നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ കഴുകണം, പിന്നെ അതിൽ സ്പൈസസ് മാരിനേറ്റ് ചെയ്യണം, പിന്നെ ഗ്രിൽ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഗ്രില്ല് ചെയ്യുന്നു, ചിക്കനെ ആദ്യം എടുത്ത് ഗ്രില്ല് ചെയ്യുന്നു, പിന്നെ സ്പൈസസ് അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ വാഷ് ചെയ്യാൻ നിൽക്കുന്നു. അപ്പോൾ സ്റ്റെപ്സ് മൊത്തം കറക്റ്റായിട്ടുള്ള സീക്വൻസിലല്ല ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റെപ്സ് മറക്കുക, അല്ലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറക്കുക. അപ്പം ഫെമിലിയർ ടാസ്ക് മറക്കുക, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അടുത്തത് പേഴ്സണാലിറ്റി ചേഞ്ച്. ഇതൊരു വളരെ വലിയ ഘടകമാണ്. അതായത് നമ്മളിൽ ഓർമ്മക്കുറവ് മാത്രമല്ല, ഒരുപാട് സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. മിക്ക ആൾക്കാരും ആദ്യം ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങളുള്ളവർ സൈക്യാട്രിസ്റ്റിൻ്റെ OPDയിലായിരിക്കും ചെല്ലുക. അവർക്ക് ഓർമ്മ പ്രശ്നത്തിൻ്റെ കൂടെ തന്നെ വിഡ്രോൺ ബിഹേവിയർ, അല്ലെ ഡിപ്രഷൻ, അല്ലെ പെട്ടെന്ന് അഗ്രഷൻ, ഒരുപാട് ദേഷ്യം വരിക, അല്ലെ പെട്ടെന്ന് ഒരു ദിവസം ഭാര്യയെ അല്ലെ ഭർത്താവിനെ സംശയിക്കാൻ തുടങ്ങുക. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, 75 വയസ്സുള്ള ഒരു ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിന് 74-73 വയസ്സുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ഭാര്യയെ സംശയിക്കാൻ തുടങ്ങി, എന്തോ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തോന്നുക. പിന്നെ അതുപോലെ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ ലോസ്റ്റ് ആവുക. അതായത് നമ്മൾ വർഷങ്ങളായിട്ട് താമസിച്ചിരുന്ന സ്ഥലമായിരിക്കാം, അല്ലെ വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന വഴികളായിരിക്കാം, പെട്ടെന്ന് അത് മറക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു പേഷ്യൻ്റ്, അദ്ദേഹം ആ ഒരു സ്ഥലത്ത് ഒരു 30-35 വർഷമായിട്ട് താമസിച്ചിരുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ മകള് അവിടുന്ന് ഒരു ജസ്റ്റ് ഒരു 500 മീറ്റർ ദൂരത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം മകളെ കാണാൻ പോകും. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് മകളുടെ വീട്ടിലോട്ടുള്ള വഴി മറന്നുപോയി. എല്ലാ വർഷവും ഓൾമോസ്റ്റ് 10 വർഷമായിട്ട് മകളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ഏരിയ നമ്മൾ മറന്നു പോവുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയും ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ADL, അതായത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിതം നയിക്കാൻ ബുദ്ധിമുട്ട് വരിക, നമ്മൾ മറ്റുള്ള ഒരാളിൽ ഡിപ്പെൻഡൻ്റ് ആവുക. ഇതാണ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ. നമുക്ക് ചെറിയ രീതിയിലുള്ള മറവി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ ലൈഫ്, അതായത് പേഴ്സണൽ ലൈഫിലോ ഒക്യുപ്പേഷൻ, ജോലിയിലോ ഒന്നും പ്രശ്നങ്ങൾ വരാറില്ല. പക്ഷേ ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്ക് ഈ മറവി കാരണം അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒക്യുപ്പേഷനിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും അവർ വേറൊരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ ചില ആൾക്കാർ ലാംഗ്വേജ് ഡിഫിക്കൽട്ടിയും വരും. അതായത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, വേർഡ് ഫൈൻഡിങ് ഡിഫിക്കൽട്ടി, ടങ് ടിപ്പ് ഫിനോമിന. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ റിപ്പീറ്റഡ് ആയിട്ട് കാണുവാണെങ്കിൽ അതാണ് സിഗ്നിഫിക്കൻറ്റ്.